ഇങ്ങോട്ട് വാ. അടിച്ചതല്ല തട്ടിയതങ്ങനെ. എന്റെ കടവുളേ, എന്നെ പ്രമാദமான കൈ. ദേ ഇങ്ക പാரு, ഇത് സൂര്യമണ്ഡലം. இந்த രേഖ തേമാനം വந்தாச்சு. ആന വരുമാനം നന്നായി കിടക്കും. കഷ്ടകാലം എല്ലാം പോച്ച്. അടി ഇടി തട്ട എല്ലാം നന്നായി കിടക്കും. താൻ പോടോ. നിനക്കല്ല, പുറമേ ഉള്ള ആൾക്കാർക്ക്. വിനോദേ, നീ ഇന്ത രേഖ പാര്. താൻ മലയാളത്തിൽ പറയടോ. അയ്യോ, തമിഴ്നാട്ടിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് കേരളാണല്ലേ, അത് മലയാളത്തിൽ പറയാം. ഈ ആയുർരേഖ കൊണ്ടാണ് നീ പറ്റിച്ചോ അല്ല, തപ്പിച്ച് രക്ഷപ്പെടണത്. ഈ രേഖയില്ലെങ്കിൽ നിന്നെ അവര് തല്ലിക്കൊന്നാനെ. ആ പെണ്ണിന്റെ നല്ല മനസ്സുകൊണ്ടാ നീ ഇപ്പൊ ചാവാണ്ട് കിടക്കണേ. ആരാണെന്ന് മനസ്സിലായ? ഉങ്കൈ കാതലി ലത. നിനക്ക് 100 വയസ്സ് വേണ്ട, 120 പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും നീ വന്നു. ഒന്നുമില്ലടോ, വെറുതെ ഞാൻ ഇതിനൊപ്പം ഇങ്ങോട്ട് തിരിഞ്ഞേ. അല്ല, ഞാൻ അറിഞ്ഞു. ഇന്നലെ റെസ്റ്റോറന്റ് വെച്ച് അടിപിടി ഉണ്ടാക്കിയല്ലേ? എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? അധർമ്മം എവിടെ കണ്ടാലും അതിനെ നേരിടണം. അതാണ് നമ്മ വാദ്യാരി നമുക്ക് ചൊല്ലി തന്നത്. തെരിയുമാ? ഉനക്ക് തെരിയുമാ? നല്ലതും പറ്റിയോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അവന്മാർക്കിട്ട് കൊടുത്ത ഇടിയുടെ റിയാക്ഷനായി കാണുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയൂ. സമ്മതിക്കോ? പറയടോ. സമ്മതിക്കോ? എന്നാലേ ഞാൻ ഈ കുട്ടിയുടെ മൃദുല കോമളമായ ഈ കൈയൊന്ന് നോക്കട്ടെ. വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? താൻ പോയി പാത്രം കഴുകി ചായ ഉണ്ടാക്ക്. ഞാൻ ഇവിടെ വീട്ടുവലിക്കൊന്നല്ല. ആ കുരങ്ങന്റെ കൂടെ കൂടിയിട്ട് തന്റെ സ്വഭാവം ചീത്തയിട്ടാ. ലത ഇരിക്കൂ. ഇല്ല, ഞാൻ പോവാണ്. ഓഫീസിലെത്താൻ സമയം വൈകും. ഞാൻ നാളെ വീട്ടിലേക്ക് വരാം. അങ്ങോട്ട് പറഞ്ഞേക്കൂ. ഓക്കേ, see you. See you. തീപ്പെട്ടിലാണ് ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കായിക താരത്തിന്റെ അഡ്രസ് ഉണ്ടായിരുന്നോണ്ടാണ് ഈ യൂണിഫോം എനിക്ക് കിട്ടിയത്. ഒരു പോലീസുകാരനായിട്ട് നാട്ടുകാരെയൊക്കെ വിറപ്പിക്കണമെന്ന് ചെറുപ്പം മുതൽക്കുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പൊ സത്യത്തിൽ നാട്ടുകാരെ എന്നെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജോലികൾക്കും അതിന്റേതായ പ്രശ്നങ്ങളുണ്ടാ. ഓരോ ദിവസവും ഞാൻ എത്ര പേരുടെ കാല് പിടിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? കണ്ടോ, സ്റ്റേഷനിലായിരിക്കും വല്ല കൊലപാതകമോ ബലാത്സംഗമോ കാത്തുകിടപ്പുണ്ടാവും. അതെ, എന്താണ്? കിട്ടിയോ? എസ് ഐ ഇല്ല അവിടെ? ശരി, ഞാനിപ്പോ വരാം. സോറി വിനോദ്, എനിക്ക് അടിയന്തരമായ സ്റ്റേഷനിൽ ചെല്ലണം. ശരി, എന്നാ പിന്നെ കാണാം. ഓക്കെ. നീ അല്ലടാ ഇന്റർനാഷണൽ കുറ്റവാളി കനകരാജ്? എന്നെ സാർ, ഞാനൊരു അപ്പാവി, കൈനോട്ടം, ഒരു പാവം ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ്. സത്യം പറയണം, ഇല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ് നിന്നെ എണ്ണ കാച്ചു. ഷോപ്പിംഗ് സെന്ററിന്റെ അടുത്ത് കണ്ട ശവശരീരം നീ വന്ന പെണ്ണിന്റെ അല്ലേ? എന്താണ് നോക്കി നിൽക്കുന്നേ? നാവിക്കുണ്ട് കുറെ. ഇടിക്കാൻ വരട്ടെ. സാറ് പറഞ്ഞ എല്ലാ കുറ്റവും ഞാൻ ഏറ്റു. പോരെ, സന്തോഷായില്ലേ? ഇടുക്കി എല്ലാരും കൂടി ഇടുക്കി കൊല്ലുണ്ട്. കൊല്ല്. ഇതുവരെ നടന്ന എല്ലാ കൊലപാതകങ്ങളുടെയും പ്രതി ഇവനാണ് സാർ. എല്ലാ കുറ്റവും ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ശരിയാണോ? വളരെ ശരിയാണ്. ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്ത് വെച്ചാണ്. ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇവരെന്നെ അറസ്റ്റ് ചെയ്തത്. അതല്ലേ ഇപ്പൊ സാർ പറയാൻ പോയത്? പേരെന്താ? അപ്പുക്കുട്ടൻ മുരുകദാസ്. താൻ എവിടെയാ താമസം? കോർപ്പറേഷൻ ഓഫീസിന്റെ അടുത്താ. അന്റെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വിനോദിന്റെ കൂടെ താമസം. താൻ ആരുടെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്? വിനോദ്? ആമാ സാർ, വിനോദ്. യെസ്. മിസ്റ്റർ മാത്യൂസ് ഓഫീസിലേക്ക് ഒന്ന് വരൂ. എന്തായി ഇപ്പൊ? സമാധാനം എന്ത് ചെയ്യാൻ കഴിഞ്ഞേ? ഹലോ, ഞാൻ നിന്റെ താവളം ഒന്ന് കാണാൻ ഇറങ്ങിയതാ. എങ്ങനെ മനസ്സിലായി? ഞാനൊരു പോലീസുകാരനല്ലേടോ. ഇരിക്കെ.
വിശേഷങ്ങൾ പറയൂ. നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അല്ല, എന്റെ ഒരു നാട്ടുകാരൻ കൂടെ ഉണ്ട്. എന്താ അയാളുടെ പേര്? മുരുകദാസ് ഏലിയാസ് അപ്പുക്കുട്ടൻ. ആളെങ്ങനെ? ഇന്നസെന്റ് ആണ്. കുറെ നാൾ മദ്രാശിയിലായിരുന്നു. എന്താ കാര്യം? ഒരു ചെറിയ അബദ്ധം പറ്റിയെന്ന് കൂട്ടിക്കോ. സത്യത്തിൽ അബദ്ധമല്ല, മറ്റൊരു പ്രതിയാണെന്ന സംശയത്തിൽ ആളെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. നിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞു. രാത്രിയിൽ അയാൾ വരായിരുന്നപ്പോ ആള് സ്ഥലം മുട്ടുന്ന ഞാൻ വിചാരിച്ചത്. ഏതായാലും നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. വരാം. ആ, ഞാൻ അല്പം തിരക്കിലാണ്, ഞാൻ പോകുന്നു. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ? ഓക്കെ. अंदर से कोई बाहर न जा सके, बाहर से कोई अंदर न आ सके, हम तुम एक कमरे में बंद हो. നിർത്തി. തന്റെ ഒരു പാട്ട്. ഇത് പോലീസ് സ്റ്റേഷനാണ്. ബാസാബ്, ഓന്റെ ടൗസർ ഇട്ടുള്ള നിപ്പ് കണ്ടപ്പോ ഞമ്മൾ വിചാരിച്ചത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അതാണ് പടച്ചോന്റെ ഒരു കുതിരത്ത്. സി ഐ അകത്ത്. നിങ്ങൾ ആരാണ്? ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. അകത്തുണ്ട്. അല്ല, ഞമ്മളൊന്ന് അകത്തേക്ക് പോയിക്കോട്ടെ. ഞാൻ പുറത്തേക്ക് വരട്ടെ, അപ്പൊ നിനക്ക് ശരിയാക്കി തരാനാ പറ്റി. ഡ്രൈവർ വന്നോ? ആ, പേപ്പേഴ്സ് എല്ലാം കിട്ടിയോ? എന്നാ വണ്ടി വിട്ടു കൊടുത്തോളൂ. ആ, വരൂ, ഇരിക്കൂ. അസ്സലാമലൈക്കും. ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇതെന്റെ ഹൗസ് ഓണറാണ്, അസീസ്. ഓ, ये मेरे किराएदार हैं. हाँ. കൃഷ്ണൻകുട്ടി, ഇദ്ദേഹം നോർത്ത് ഇന്ത്യൻ ആണോ? ഇല്ല, ശുദ്ധ മലയാളിയാണ്. കുറച്ചു വർഷം ബോംബെയിലായിരുന്നു. ഓ, കുറച്ച് വർഷമല്ല, 17 സാൽ, 17 വർഷം. ഇളന്നി വെട്ട്. ആ മുരുകദാസിനെ ഇങ്ങ് പറഞ്ഞേക്കൂ. യെസ് സർ. ആ, ഒരു 5 മിനിറ്റ്. ഈ ഷർട്ടിന്റെ ഉള്ളിൽ 3 രൂപ ഉണ്ടായിരുന്നല്ലോ, അത് പൊക്കിയില്ലേ? കാശെടുക്കാൻ ഇവനെ പോലൊരു മിടുക്കൻ. അയാളെ പേടിച്ചിരിക്കുകയാണ്. ഞങ്ങളൊന്ന് വിരട്ടി. ഞാനുടനെ എത്തിയതുകൊണ്ട് തല്ലിന്റെ എണ്ണം കുറഞ്ഞു. സാരമില്ല, കാര്യമായിട്ടൊന്നും അവർ ചെയ്തില്ലേ. സാറേ, ഞാൻ വന്നു. ക്ഷമിക്കണം മിസ്റ്റർ അപ്പുക്കുട്ടൻ, ഞങ്ങൾ പോലീസുകാർക്ക് പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ആ സാറേ, ഇവനെ സംബന്ധിച്ചിടത്തൊരു ബുദ്ധിമുട്ടല്ല, ഇതൊക്കെ പിന്നെ വളരെ സന്തോഷമുള്ള കാര്യ. ഇവന് 2 എണ്ണം കിട്ടിയാലേ ഞമ്മക്ക് ഉറക്കം വരുള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നോക്കില്ല, ഒറ്റ ചവിട്ടി ചവിട്ടി നിന്നെ കടവരന്റെ അടിഭാഗം കൂടിയടാ. സാറേ, കണ്ടോ ഇതാണ് ഇവന്റെ സ്വഭാവം. മോനെ, ഇങ്ങോട്ടൊക്കെ എന്തിനാ അവനെ നമ്മളിപ്പോ ജാമ്യത്തിന് എടുക്കുന്നത്? ഇപ്പൊ എന്താ അവന്റെ കല്യാണം ഉണ്ടോ? ഇവിടെ കിടക്കട്ടെ. സാറേ, ഇങ്ങോട്ട് നോക്കി. ഇതിന്റെ അകത്ത് ഒരു 10 കൊല്ലം പിടിച്ചിട്ട് ഇന്നാലേ അവൻ പഠിക്കുള്ളൂ. ഇവൻ അതൊന്ന് പഠിക്കണം. പിന്നെ ഒരു കേസും കൂടെ അവിടെ ഇരിക്കുള്ളൂ, നമ്മൾ ഇഷ്ടമാതിരി. എവിടെ മമ്മി? കള്ളക്കളി സമ്മതിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്കിന് ഞാനില്ല. ഇല്ലനു, സത്യമായി ചേച്ചി ഞാൻ കളത്തിന് എടുത്തതല്ല. അതെ, കളത്തിന് എടുത്ത് തന്നെയാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നീ ഇരിക്കേ, നമുക്ക് 2 കളും കൂടെ കളിക്കാം. വേണ്ട, ഈ കളിക്കിന് ഞാനില്ല. കളിക്കുമെന്നെ. ഇനി ഞാൻ കളിക്കണമെങ്കിൽ ചേച്ചി എന്റെ കയ്യിൽ വെച്ച് സത്യം ചെയ്യണം കള്ളക്കളി കളിക്കില്ല എന്ന്. സത്യം. ചേച്ചി, ഒരു സന്യാസി വരുന്നു. നീ അകത്തേക്ക് വെക്കൂ. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന വല്ല കള്ളന്മാരും ആയിരിക്കും. ഏയ്, കണ്ടിട്ട് പാവത്താനെ പോലുണ്ട്. ഡോക്ടർ മീരയുടെ വസതി ഇത് താനേ? അതെ. വിനോദ് ചൊല്ലിയിട്ട് വന്നതാണ്. നിങ്ങൾ തമിഴനാക്കുമാ? നിങ്ങൾ മലയാളത്തിൽ പേശാൻ വേണ്ടിട്ടാ. എന്നാ അങ്ങനെ ആവട്ടെ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, അകത്തേക്ക് ഇരിക്കുന്നില്ല. ഇരിക്കുന്നതിന് തിരക്കണ്ടേ? ഇതാണ് കാർഡ്. ഡോക്ടർ മീരയുടെ കയ്യിൽ തരാൻ വിനോദ് പറഞ്ഞു. ഇത് സിറ്റിസൺ ക്ലബിന്റെ ന്യൂ ഇയർ ക്ലബിന്റെ സിറ്റിസനാണ്. ഡോക്ടർ വരാതിരിക്കരുത്. നീയും വരണട്ടാ, ഞാൻ കാത്തിരിക്കും. വരാ.
ആരും വന്നില്ലേ? ഇല്ല. ഹലോ ഡോക്ടർ, ഹൗ ആർ യു? ഫൈൻ. അങ്ങോട്ടിരിക്കാം. അവിടെ വേണ്ട, ഇവിടെ നിൽക്കാം. അതെന്താ? ഹലോ. ആ രഞ്ജിത്ത്, ഇത് ഡോക്ടർ മീര. ഞാൻ ഡോക്ടറെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഇവൾ ഡോക്ടറുടെ സിസ്റ്റർ അനു. ഹലോ. രഞ്ജിത്ത് ഫേമസ് ഫോട്ടോഗ്രാഫറാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളിലെ അടുത്ത ഇനം മിസ് ലതയുടെ നൃത്തം. തൽക്കാലം പോകേണ്ടെന്ന് വെക്കാം. അത് പറ്റില്ല. നാഷണലൈസ്ഡ് ബാങ്കിൽ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് സില്ലി. സുഖമില്ലാതിരിക്കുമ്പോ ഡാഡി എങ്ങനെയാ കൂടെ വരിക? വിനോദാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നീ തടസ്സമൊന്നും പറയരുത്. എന്ത് പറ്റി അങ്കിൾ? ഹേയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ. ആ, വിനോദ് വന്നത് നന്നായി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? ഇവൾക്ക് തിരുവനന്തപുരത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിലാ. ഞാൻ കൂടെ പോകാമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്റെ ഈ കിടപ്പ് കണ്ടപ്പോ ഇവൾ പോയില്ല എന്ന് പറഞ്ഞു നിൽക്കുക. ഈ കാരണം പറഞ്ഞ് ഇവളുടെ ഭാവി കളയാൻ പറ്റുമോ? വിനോദിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇവളുടെ കൂടെ തിരുവനന്തപുരം വരെ പോണം. എന്താ, പോവാൻ പറ്റുമോ? വിനുവേട്ടനെ വെറുതെ വിഷമിപ്പിക്കണ്ട ഡാഡി. ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ട. നീ വരുന്നത് വരെ ഞാൻ ആ പ്രഭാകരന്റെ മകനെ വിളിച്ചു നിർത്തിക്കോളാം. വിനോദിന്റെ അഭിപ്രായം എന്താ? നാളെ കമ്പനിയുടെ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ ഒരു യാത്ര ഉണ്ടായിരുന്നു. മോൻ വിഷമം പറയരുത്. ഇവൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ മരിക്കാമല്ലോ. ശരി, ഞാൻ പോകാം. ആ, ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? രഞ്ജിത്ത്, അന്ന് ന്യൂ ഇയർ പ്രോഗ്രാമിന് ഓ, മനസ്സിലായി. ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാ. വരൂ, അകത്തിരിക്കാം. ഡോക്ടറുടെ അനിയത്തി ഇവിടെ ഇല്ലേ? ഇല്ല, അവൾ കോളേജിൽ നിന്ന് വന്നില്ല. ഇരിക്കൂ. അന്നത്തെ ഫംഗ്ഷൻ എടുത്ത ഫോട്ടോസാണ്. ബ്യൂട്ടിഫുൾ. ഈ ഫോട്ടോ വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒരു എല്ലാജർ കോപ്പി എനിക്ക് തരണം. തരാം. ഇതെല്ലാം തിരിച്ചു വേണോ? ഏയ് വേണ്ട, ഞാനിതെല്ലാം ഡോക്ടർക്ക് വേണ്ടി കൊണ്ടുവന്നതാ. താങ്ക്സ്. ഡോക്ടർക്ക് തിരക്കില്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കൊന്നുമില്ല. രഞ്ജിത്തിന് എന്താ പറയാനുള്ളത്? ഡോക്ടർ, കുറെ കാലമായി ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്ക് അതിനെ വലിച്ചിഴക്കുകയാണ്. ഞാനത് ഡോക്ടറോട് എങ്ങനെയാ തുറന്നു പറയുക? രഞ്ജിത്തിന് എന്നോട് എന്തും തുറന്നു പറയാം. കുറെ വർഷങ്ങളായി ഞാൻ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അകന്ന് ഈ നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സ്വന്തക്കാരില്ല, മറ്റ് ബന്ധങ്ങളില്ല. ചുരുക്കത്തിൽ ഞാൻ ഏകനാണ്. പക്ഷേ ചില സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് അവരോട് ചില പ്രത്യേകതകൾ തോന്നാറുണ്ട്. അവരുമായി പരിചയപ്പെടാനും ഇടപഴകാനും എന്റെ മനസ്സ് കുതിക്കാറുണ്ട്. ബോധപൂർവം അവരെ തനിച്ചു കാണാൻ ഞാൻ സന്ദർഭങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയും, ഐ ലവ് യു. പിന്നീട് എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ അവരെ കൊല്ലും. ഐ ലവ് യു ഡോക്ടർ. ഐ ലവ് യു ഡോക്ടർ.